ചിരിയങ്കണ്ടത്ത് ജോസ് റോയിയുടെ ഭൗതിക ശരീരം അടക്കി. ധാരാളം കിംവദന്തികളുണ്ടായിരുന്നു, അതും ഏകദേശം കെട്ടടങ്ങി. അദ്ദേഹം മറ്റൊരു ലോകത്തേക്ക് പോയി. അതവിടെ ഇരിക്കട്ടെ. ഇതുപോലെ മറ്റൊരു വ്യവസായി ഉണ്ടായിരുന്നു, കൊച്ചി. വിദേശത്തേക്ക് മത്സ്യവിഭവങ്ങളൊക്കെ കയറ്റി അയച്ചിരുന്ന ഒരു വൻ എക്സ്പോർട്ടർ. അവിടെ വൻ വിജയം നേടിയ ഒരാൾ. അദ്ദേഹത്തിൻ്റെ പേര് KN ആനന്ദകുമാർ എന്നാണ്. ഉയരം കുറഞ്ഞ സുമുഖനായ, വെളുത്തു സുമുഖനായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹം പിൽക്കാലം ഈ കയറ്റുമതി വ്യവസായം, വൻ കോടികൾ കൊയ്തിരുന്ന ഒരു വ്യവസായമാണ്, അത് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം സായി ഭക്തനായിട്ട് തിരുവനന്തപുരത്ത് ഒരു സായി ഗ്രാമമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ശിഷ്ടകാലം ചെലവഴിക്കുകയായിരുന്നു. ഈ വ്യവസായി ആയിരുന്ന കാലത്ത്, കയറ്റുമതിക്കാരനായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഈ റോയിക്ക് അനുഭവപ്പെട്ടതുപോലുള്ള, കോൺഫിഡൻ്റ് റോയിക്ക് അനുഭവപ്പെട്ടതുപോലുള്ള തരത്തിലുള്ള യാതൊരു വിധമായിട്ടുള്ള കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. അതിൻ്റെ റെക്കോർഡുകളോ കേസുകളോ ഇല്ലതാണ്. പക്ഷേ ഏറെ വർഷങ്ങളായിട്ട് ഈ സായി ട്രസ്റ്റിൻ്റെ, ഓർഫണേജ് ട്രസ്റ്റ് എന്നാണ് പേര്, സത്യസായി ഓർഫണേജ് ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ചുമതല വഹിക്കുന്ന സമയത്ത് അതിൻ്റെ അവസാന പാദത്തിൽ, അതായത് ഈ 2025 മാർച്ച് മാസത്തിൽ അദ്ദേഹത്തിന് ഒരു വെള്ളിടി പോലെ വലിയ ഒരു കേസിൽ, പ്രമാദമായ ഒരു കേസിൽ അദ്ദേഹം അറസ്റ്റിലാക്കപ്പെട്ടു. ആ കേസെന്ന് പറഞ്ഞാൽ നമ്മുടെ ആട് തേക്ക് മാഞ്ചിയം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കേസാണ്. അതായത് വിദ്യാർത്ഥികൾക്കും പാവപ്പെട്ട ആൾക്കാർക്കും ഒക്കെ ലാപ്ടോപ്പ്, അതുപോലെയുള്ള സ്കൂട്ടർ, അതുപോലെയുള്ള സാധനങ്ങൾ, ഉപകരണങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇലക്ട്രോണിക് സാധനങ്ങൾ, അതുപോലെ തന്നെ 2 വീലറുകൾ ഒക്കെ വളരെ പകുതി വിലയ്ക്ക്, തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന ഒരു ഏർപ്പാട്. അപ്പോൾ ഇതെങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചതിന് ആ ഏർപ്പാടിൽ CSR ആണ് വർക്ക് ചെയ്യുന്നത്. CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഈ വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് വൻ ലാഭം കൊയ്യുന്ന വ്യവസായങ്ങൾ, അവരുടെ ലാഭത്തിൻ്റെ ഒരു പങ്ക് പൊതുജനങ്ങൾക്കായിട്ട് വിതരണം ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അതൊരു നിയമമൊന്നുമല്ല, പലരും അത് പാലിക്കാറുമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ടാറ്റ അത് നല്ലപോലെ പാലിക്കാറുണ്ട്. കാരണം അവരുടെ ലാഭത്തിൻ്റെ നേർപകുതി 50% ഇതുപോലെ പാവങ്ങൾക്ക് വേണ്ടിയും പൊതുജന സേവനത്തിന് വേണ്ടിയും ഉള്ള സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൗജന്യമായിട്ട് നൽകുന്നത്. 5 പൈസ പോലും അവരെടുക്കുന്നില്ല. അവർ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ, മറ്റാരും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ വേറെ ചില കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയും പൊതുനിരത്തുകളിൽ ചില സംഭാവനകളൊക്കെ നിർബന്ധം കൊണ്ട് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ CSR നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ നാടിൻ്റെ അഭിവൃദ്ധി, വികസനം, ഇതൊക്കെ പെട്ടെന്നാക്കാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നതെന്നായിരുന്നു ആനന്ദകുമാറിൻ്റെ ഒക്കെ വാദം. എനിക്ക് തോന്നുന്നത് ഈ ആനന്ദകുമാർ എന്ന് പറയുന്ന ആൾ ഇതിൽ പെട്ടുപോയതായിരിക്കണം. ആരോ അദ്ദേഹത്തെ മിസ്ലീഡ് ചെയ്തതായിരിക്കണം എന്നാണ്. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്, യാതൊരു ലാഭവും നോക്കാതെ വൻ ലാഭം താൻ കൊയ്തിരുന്ന ഒരു വ്യവസായത്തിൽ നിന്ന് ഈ പാവങ്ങളെ, അഗതികളെ, പ്രായമായവരെ ഒക്കെ സംരക്ഷിക്കുന്ന ഈ സായി ഓർഫണേജ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് വരാനുണ്ടായ പ്രധാന കാരണം, അതിൻ്റെ ചരിത്രം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒരിക്കൽ ക്യാൻസർ വന്നിട്ട് അതിൻ്റെ ഒരു 4ാം സ്റ്റേജിലേക്ക് അത് പോയി. അപ്പോൾ ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചു. ചോരയൊക്കെ ഛർദ്ദിക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തി. അങ്ങനെ ആ അമ്മയുമായിട്ട് അദ്ദേഹം രക്ഷയില്ലാതെ ദൈവകാരുണ്യം തേടി പുട്ടപർത്തിയിലെ സായി ഗ്രാമത്തിലേക്ക് അദ്ദേഹം പോയി. അവിടെ പോയി അദ്ദേഹം സായി ബാബയെ നേരിൽ കണ്ടു. അദ്ദേഹത്തിൻ്റെ ദർശനം സാധ്യമായി. അമ്മയെ അദ്ദേഹം അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർമാരെയും മെഡിക്കൽ ലോകത്തെയും എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ അമ്മയുടെ ക്യാൻസർ രോഗം പാടേയില്ലാതായി. അപ്പോൾ അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പിൽക്കാലം വ്യവസായത്തിനു വേണ്ടി വിനിയോഗിച്ചിരുന്ന പണം, അതിൻ്റെ ലാഭം എല്ലാം തോന്നയ്ക്കലിൽ
ഏതാണ്ട് നല്ല നിലയിൽ വളരെ ഏക്കർ സ്ഥലം വാങ്ങിച്ചുകൊണ്ട് അവിടെ അദ്ദേഹം സത്യസായി ഓർഫണേജ് ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സായി ഗ്രാമം എന്നാണ് അതിപ്പോഴും അറിയപ്പെടുന്നത്. അവിടെ നാരായണാലയമുണ്ട്, പാവങ്ങൾക്ക് ആഹാരവും താമസവും ഒക്കെ ഒരുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, വാർദ്ധക്യത്തിലെത്തിയവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട്. അതിലൊരു അല്പം റിയൽ എസ്റ്റേറ്റ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഒരു തുക, വലിയ തുകയൊന്നുമല്ല, ഒരു തുക കൊടുക്കണം ഈ വീട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. ആ തരത്തിലുള്ള സംരംഭങ്ങളും എല്ലാം ഉള്ള മനോഹരമായിട്ടുള്ള ആരണ്യ ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണ്. അവിടെ താമര പൊയ്കകളുണ്ട്, അതിൽ നീന്തി കളിക്കുന്ന ഈ അരയന്നങ്ങളുണ്ട്, എല്ലാം ഉള്ള മനോഹരമായ ഒരു ഗ്രാമം. എന്ന് മാത്രമല്ല, ഇദ്ദേഹം വലിയ സ്വാധീനം ഉള്ള ആളാണ്. അതായത് രാഷ്ട്രപതി ഭവനിൽ വരെ അദ്ദേഹത്തിന് വൻ സ്വാധീനമുണ്ട്. ഒരിക്കൽ അവിടെ ദലൈലാമയുടെ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ, ദലൈലാമ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന ആയിട്ടുള്ള ലാമ അവിടെ വരികയുണ്ട്. ബുദ്ധമതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിശുദ്ധനായിട്ടുള്ള വ്യക്തി അവിടെ വരികയും ഞാൻ അദ്ദേഹത്തെ അഭിമുഖം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടുകയും ചെയ്തു. അങ്ങനെ ഉള്ള വലിയ ആൾക്കാർ മാത്രം. പിന്നെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം തന്നെ അവിടെ വരികയുണ്ടായി. ഒരിക്കൽ സുകുമാർ അഴീക്കോട് അദ്ദേഹം ഈ പാവങ്ങളോട് ചെയ്യുന്ന സേവനത്താൽ പ്രചോദിതനായിട്ട് അവിടെ വന്ന് താമസിക്കാൻ വന്നു. അപ്പോൾ അവരോടൊപ്പം താമസിച്ചോട്ടെ, അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചോട്ടെ എന്നുള്ള ഒരു തോന്നലിൽ, അങ്ങനെ ഒരു ചിന്ത കൊണ്ട് ഈ ആനന്ദകുമാർ, KN ആനന്ദകുമാർ അവിടെ നിന്നെങ്കിൽ പോകുന്നു, സ്വന്തം വീട്ടിലേക്ക് വന്നു. അവിടെ അദ്ദേഹം അവിടെ കഴിഞ്ഞു. രാത്രിയിൽ സുകുമാർ അഴീക്കോടും കുടുംബം എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്, അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്നവർ, അവർ എല്ലാം കൂടി അവിടെ സായി ഗ്രാമത്തിലെ മുറിയിൽ ഈ പാവങ്ങൾ, അവർക്ക് സേവനം ചെയ്യാനുണ്ടായിരുന്നത് ഈ അശരണർ ആയിട്ടുള്ള ആൾക്കാരാണ്. അത് സുകുമാർ അഴീക്കോടിന് പെട്ടെന്ന് സാഗരഗർജനം നടത്തുന്ന ആളാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന് ക്ഷുഭിതനായി അവിടുന്ന് രാത്രി തന്നെ പോവുകയും ചെയ്യും. ഇഷ്ടപ്പെടാഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ ഒരു ആതിഥ്യമല്ല ആഗ്രഹിച്ചത്, അവരുടെ ജീവിതം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് ആനന്ദകുമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവിടെ വേറൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ അഗതികളിൽ ഒരാളായിട്ടുള്ള പൂർണ്ണചന്ദ്രൻ എന്ന ഒരാളുണ്ട്. ആ പൂർണ്ണചന്ദ്രൻ നല്ല പാട്ടുകാരനും നല്ല പോലെ പഠിക്കുന്ന ആളുമായിരുന്നു. അദ്ദേഹത്തെ ഒരു കലാകാരനായിട്ടും പിൽക്കാലത്ത് ഒരു അധ്യാപകനായിട്ടും ആനന്ദകുമാർ വളർത്തി വലുതാക്കി എടുത്തു. വെറും നിരത്തിൽ നിന്ന് കിട്ടിയ ഒരു കുട്ടിയെ. അപ്പോൾ അതുപോലെ തന്നെ നിരത്തിൽ നിന്നും ഇതുപോലെ കിട്ടുന്ന അശരണരായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ടല്ലോ, അടിഞ്ഞുകൂടുന്ന ജീവിതങ്ങൾ, അവരെയെല്ലാം ഭിക്ഷക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെയെല്ലാം ഗവൺമെൻറ് തന്നെ, കേരള ഗവൺമെൻറ് തന്നെ ആനന്ദകുമാറിനെ ഏൽപ്പിക്കും. ഇങ്ങനെ ഒരാളിനെ കിട്ടിയാൽ പോലീസ് നേരെ എത്തിക്കുന്നത് ആനന്ദകുമാറിൻ്റെ ഈ നാരായണ ആലയത്തിലേക്കാണ്. അങ്ങനെ ഒരുപാട് പേര് അവിടെ കഴിയുന്നുണ്ടായിരുന്നു, അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ VSSCയുടെ ഡയറക്ടറായിരുന്ന, ISROയുടെ ചെയർമാനായിരുന്ന മാധവൻ നായർ, അദ്ദേഹം അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. പല ജഡ്ജിമാരും, അതുപോലെ തന്നെ പല ജഡ്ജിമാരും ഈ സായി ട്രസ്റ്റിലെ അംഗങ്ങളാണ്. അങ്ങനെയൊക്കെ വലിയൊരു സ്ഥാപനമാണ്. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ മൂവാറ്റുപുഴ സബ് ജയിലിലാണ് അദ്ദേഹത്തെ ആദ്യം കൊണ്ടുപോയത്. ജയിൽ ശിക്ഷ അദ്ദേഹത്തിന് വിധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ഇപ്പോഴും വിചാരണ തടവുകാരനായിട്ട് കഴിയുകയാണെന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും നീണ്ട കാലത്ത് അദ്ദേഹം, പക്ഷേ ഒരിക്കലും ഇങ്ങനെ അദ്ദേഹം വളരെ പത്മശ്രീ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. കാക്ഷിച്ചിരുന്ന വ്യക്തിയാണ്, അതുപോലെ സേവനങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ വലിയൊരു ഇഗ്നോമിനിയിലേക്ക്, ദുഷ്പേരിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആൾക്കാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ അദ്ദേഹം ഇതുവരെ ആത്മഹത്യയിലേക്കോ ഒന്നും പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് കിളിമാനൂർ കൊട്ടാരത്തിലെ ഒരു തമ്പുരാട്ടിയുമാണ്. അപ്പോൾ വലിയ ഹൈ ലെവലിലുള്ള ഒരു കുടുംബ പശ്ചാത്തലമുള്ള ഈ വ്യക്തി ഇത്രയും നാണം കെട്ട ഒരു കേസിൽ പെട്ടുപോയിട്ടും ഒരിക്കലും അദ്ദേഹം ഒരു ആത്മഹത്യയിലേക്ക് മുതിർന്നിട്ടില്ല. ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുന്നുണ്ട്. സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട ദിവ്യൻ, ശാസ്തമംഗലത്താണ് അദ്ദേഹം താമസിച്ചിരുന്ന ഒരു ദിവ്യനും കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ വൻതോതിൽ അദ്ദേഹം പ്രശസ്തിയുടെ ഏറ്റവും ഉയരത്തിൽ നിന്ന് പതനം ഏറ്റവും താഴേക്കായിപ്പോയി. അപ്പോൾ ഈ വൻ വൃക്ഷങ്ങൾ വീഴുമ്പോൾ അതിന് വലിയൊരു ശക്തമായിട്ടുള്ള ഒരു ആഘാതം ഉണ്ടാകും. ആ തരത്തിലൊരു ആഘാതം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. പക്ഷേ ഇതുപോലെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു മാർഗത്തിലേക്ക്, ഒരു മുക്തി മാർഗത്തിലേക്ക് അദ്ദേഹം പോയില്ല. കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സോളിഡ് ബേസ്, ആ സായി ഗ്രാമത്തിൽ ഉള്ള അറ്റാച്ച്മെൻറ്റ്, സായി ഭക്തി കൊണ്ടായിരിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ തനിക്ക് നീതി കിട്ടും, തൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ അവസരം കിട്ടും എന്നുള്ള വിചാരം കൊണ്ടായിരിക്കാം. നമ്മളിപ്പോൾ അറിയുന്നില്ല, പത്രങ്ങൾ എല്ലാവരും അതിൻ്റെ ഫോളോ അപ്പ് പോലും വിട്ടു. KN ആനന്ദകുമാറിനെ
കൊണ്ടാടിയിരുന്ന മാധ്യമങ്ങളും എല്ലാവരും തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ വിട്ടിരുന്നു. ഏഷ്യാനെറ്റിൽ അദ്ദേഹത്തിൻ്റെ പരിപാടി രാവിലെ പതിവായിട്ട് വരുമായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ വിട്ട് കളഞ്ഞിരിക്കുന്നു. എങ്കിലും അദ്ദേഹം റെസീലിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം മനഃശക്തിയോടുകൂടി തന്നെ ഇപ്പോഴും ജയിലിൽ അദ്ദേഹത്തിന് നേരിട്ട ഈ ദുർഗതിയെ നേരിട്ട് കൊണ്ട് തന്നെ ജീവിക്കുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് മാത്രം KN ആനന്ദകുമാറിൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.